ஹலோ நான் இங்க வந்தாச்சு. ஊர்ல வந்தாச்சு. ஆமா, அங்க சௌக்கியம் தானே? அங்க சௌக்கியம் தானே? இல்ல சௌக்கியம். ஆமா ஆமா, நான் இங்க இருக்கு. ஆமா இருக்கு. ഹലോ ஆமா இருக்கு. ഹലോ ആമയല്ലേ ഇരിക്കണത്, ഞണ്ടാണ് ഇരിക്കണത്. என்ன தமிழா? ഓ തമിഴനായിരുന്ന തമിഴ്. ഉങ്ങളെ എങ്കളോ അങ്കളോ അങ്കളൊന്നും അല്ലേ എന്റെ ജോഡിക്കുട്ടി. നിനക്ക് എന്നെ മനസ്സിലായിടാവേ? താടിമുടിയൊക്കെ എടുത്തതേള് അന്റപ്പനാണ്. ഞാൻ 8 വർഷം കഴിഞ്ഞ് വന്നല്ലേ. ഇത് എവിടെയായിരുന്നടാ നീ? എന്നാലും ഭയങ്കര ചെയ്തായി പോയട്ടാ. എന്നാ ചെയ്ത് മനസ്സിലായ ആളായിരുന്നു. അല്ല, അങ്ങനെ സെലിബ്രേറ്റ് ഒന്നും അല്ല, ഇങ്ങനെ മനസ്സിലായതൊക്കെ ചോദിക്കാനാ. അതെ, കഴിഞ്ഞ ക്രിസ്മസിന് ഈ പുള്ളിക്കാരൻ ഇതുപോലെ ക്രിസ്മസ് ആഘോഷം നടക്കിയ വീട്ടില് അന്നേരത്തേക്ക് അവിടെ ഇവര് ബീഫ് മേടിച്ച് കറി വെച്ചപ്പോ ഈ ആൾക്ക് കരള് കരള് കൊടുത്തില്ലെന്ന് പറഞ്ഞ ആള് പെണ്ണുമ്പിള്ളയോട് പിണങ്ങി ഇറങ്ങി പോയത്. ഇപ്പൊ അങ്ങനെയല്ല, ഞാൻ പറയാം. 8 വർഷം മുമ്പുള്ള കാര്യം ഇവനീ പറയണ. ഇന്നലെ നടന്ന കാര്യം ഇന്നലെ പറയും. ചുമ്മാരിടാ. 8 വർഷം മുമ്പ് ക്രിസ്മസിന് ബീഫ് എന്ന് പറഞ്ഞാൽ എനിക്ക് ജീവനാ. പിന്നെ കരളെന്ന് പറഞ്ഞാൽ എന്റെ വലിയൊരു വീക്ക്നെസ്സാ. പെണ്ണുമ്പിള്ളേനെ കരളെന്നാ വിളിക്കണം. എന്റെ ഭാര്യ മേരി ആണെങ്കിൽ കരളുണ്ടാക്കണം. എന്റെ പൊന്നെ വിരലി കടിക്കും നമ്മള്. ഒരു ദിവസം വീട്ടിലോട്ട് വന്നെ വെച്ച് തരാം. പിന്നെന്താ, ഞാൻ ഇങ്ങനെ കരളും മേടിച്ച് ബീഫും മേടിച്ച് ക്രിസ്മസിന്റെ തലേന്നാ കൊണ്ടുവന്ന് കൊടുത്ത് ഇവൾ അടിപൊളിയായിട്ട് വെച്ചു. ഞാൻ 2 അടിക്കണ കൂട്ടത്തില. ഇതൊരു പ്ലേറ്റിലെടുത്ത് ഡൈനിന്റെ അവിടെ കൊണ്ടുവന്ന് വെച്ചേച്ചും 2 അടിക്കാൻ കുപ്പി എടുത്ത് തിരിച്ചു വന്നപ്പോ സാധനം ഇല്ല. ഏത് കരളോ? കരളില്ല. എവിടെ ആങ്ങളൊരുത്തനുണ്ട്, ഒരു പുറമ്പോക്ക ചാക്കോച്ചി. അവനെടുത്ത് ഇത് മുഴുവനും തിന്ന്. എന്നാ ഇവള് പറയണ്ടേ ആന്റെ പച്ചാന് വേണ്ടാണെന്ന് പറയണ്ടേ? അല്ല, അത് ചിലപ്പോ എന്താ അറിയോ, വൈഫിനെ ഒരു കരളിനെ പോലെയല്ലേ കാണുന്നത്. അതെ, അപ്പൊ അവള് വിചാരിച്ചിട്ടുണ്ടാവും ആ കരളുണ്ടല്ലോ, പിന്നെ മറ്റേ കരൾ. അങ്ങനെ ഇപ്പൊ പെണ്ണുങ്ങളെ സൈഡ് നിൽക്കട്ടെ. എനിക്ക് കണ്ടപ്പോഴേ തോന്നി അങ്ങോട്ടൊരു ചായ ഉള്ള ആളാണ്. അത് വേണ്ട കേട്ടാ. അങ്ങനെ ഇവളോട് ഇവനൊന്നും പറഞ്ഞില്ല. സഹായം ഒന്നും വേണ്ട. നീ നല്ല ആളിന്റെ അടുത്താ പറഞ്ഞത്. അന്ന് രാത്രി രാമായണം 2000 രൂപ എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് പോയതാ. നേരെ ഡൽഹി പോയി ഒന്ന് കറങ്ങി. കരളിന്റെ പ്രശ്നം കൊണ്ട് വേണമെങ്കിൽ പോയി തിരിച്ചു വന്നേക്കെ ഒരു സർപ്രൈസ് കൊടുക്കാനായിട്ട്. നിനക്ക് ഇവിടെ എന്താ പരിപാടി? ഇവിടെ ഞാനൊരു ഷോപ്പ് നടത്തി. എന്ത് ഷോപ്പ്? ഇവിടെ ഈ ബേക്കറി. അപ്പൊ പറഞ്ഞുതരാം. എനിക്കൊരു കേക്ക് വേണം. പൂക്കളൊക്കെ വെച്ച് അലങ്കരിച്ചൊരു കേക്ക്. പൂക്കളൊക്കെ വെച്ച് ഇത് അത്തക്കളോ അല്ല. അതല്ലെന്ന്, പൂവൊക്കെ വെച്ചിട്ട് അതിൽ പിന്നെ ആന്റപ്പൻ വിത്തിട്ട് മേരി എന്ന് എഴുതിയിട്ട് ഒരു കേക്ക് വേണം. വിത്തിട്ട് കിളിപ്പിക്കാനുള്ള പരിപാടിയാണല്ലേ. എന്നിട്ട് ഇങ്ങനെ നല്ലപോലെ അലങ്കരിച്ചിട്ട് അതിന്റെ നടുക്കൂടി ഒരു അമ്പങ്ങാട് വിടണം. അപ്പൊ കേക്ക് മുറിഞ്ഞു പോയാലേ അമ്പ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ? കേക്ക് മുറിയണമല്ലെന്ന്. പിന്നെ എടാ, ഞങ്ങൾക്ക് 8 വർഷത്തിന് ശേഷം കാണുകയല്ലേ, ഒരു ലവ് ചിഹ്നമൊക്കെ അടിച്ചിട്ട് ഒരു അമ്പൊക്കെ വിട്ടിട്ട് എനിക്ക് മേരിക്ക് ഒരു സർപ്രൈസ് കൊടുത്തു. ഓക്കെ, ഞാൻ ആ കാര്യം ഞാൻ ഏറ്റാ. കേക്കിന്റെ കാര്യമല്ല, അത് ഞാൻ ഏറ്റി. നീ കൂടുതൽ സർപ്രൈസ് കൊടുക്കാൻ നിൽക്കണ്ട. അതിനാ നീ അങ്ങോട്ട് നോക്കിക്കേ. എങ്ങോട്ട്? എടാ, നീ ഇത് അങ്ങോട്ട് നോക്കടാ. വരണ ആരാ നോക്ക്. അതാരാ? ആരാ? നിന്റെ അളിയൻ ചാക്കോച്ചിയാണ് വരണത്. അവൻ എന്റെ കാല് തല്ലുപിടിക്കുമെന്ന് പറഞ്ഞല്ലേ, അവനായിട്ട് അന്ന് ഉടക്കിയല്ലേ. നീ ഏറി അങ്ങോട്ട് മുട്ടിയാ പോരാടാ. ഞാൻ മുട്ടിയല്ല. അവന്റെ കൂട്ടത്തിൽ ഏതാടാ പെണ്ണ്? ഏതാ ഒരു സുന്ദരി കോള? അത് മനസ്സിലായില്ലേ? എടാ, അത് മേരിയാടാ. ദൈവമേ, എന്റെ മേരി പെണ്ണാണാ. 8 വർഷം കൊണ്ട് ഇവിടെ തടിച്ചു കൊടുത്ത് സുന്ദരി അടിപൊളി ആയതാടാ. അതെ, ചാക്കോച്ചി എന്നെ കണ്ട പ്രശ്നമാവല്ലടാ. അത് തന്നെയല്ല, മേരിക്ക് ഞാൻ ഒറ്റക്ക് സർപ്രൈസ് കൊടുക്കണം. എന്നെ കണ്ട അവള് പൊട്ടിക്കറി അത് മാളി വെച്ച് ശരിയാകില്ല. ഞാനൊരു കാര്യം ചെയ്യാം. മാളിന്റെ മോളത്ത് അങ്ങനെ ഒരു കാര്യം ചെയ്യാം. സിനിമ തിയേറ്റർ സിനിമ ഇല്ല. അയ്യോ, എനിക്കൊന്നും എവിടെ ഒരു ക്രിസ്മസ് ഇതെന്തിനാണ് ഇത് ക്രിസ്മസ് ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞപ്പോ ഇതുകൊണ്ട് വന്ന്? അതെല്ലാം ഇത് ഇട്ടണ്ട് ഇവിടെ ഇത് മാളെല്ലാം അറിയല. നീ ഇതിട്ട് മറച്ചോ? പിന്നെ എടാ, എന്റെ മേരി പെണ്ണിനോട് പറയണം ഞാൻ വന്നിട്ടുണ്ട്, അവർക്ക് സർപ്രൈസ് കൊടുക്കാൻ ചാക്കോച്ചി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇതിനകത്ത് കയറി നിൽക്കണമെന്ന് പറഞ്ഞേക്കാം. ചാക്കോച്ചി കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ അടിയാവും, സർപ്രൈസ് പോകും. ഇതിപ്പോ എന്റെ മോൻ കാണുമല്ലോ. ഓക്കെയല്ലേ? നിന്നെ കണ്ട അറിയല. ഉറപ്പാണ്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം മേടിച്ചാൽ മതി. ആവശ്യമുള്ള ഒറ്റ സാധനം ഇവിടുന്ന് മേടിക്കരുത് കേട്ടാ. എന്റെ ആന്റോച്ചൻ ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം മേടിച്ചു തന്നെ. ആന്റോച്ചനെ കുറിച്ച് പറയല്ലേ. എടി, വർഷങ്ങൾക്ക് മുമ്പ് നിന്നെയും പിള്ളേർ ഉപേക്ഷിച്ച് പോയതാണ്. അവനെ കുറിച്ച് അക്ഷരം എടുത്തിട്ടല്ലേട്ടാ പറഞ്ഞുതരാം. ഞാൻ നീ എന്താ മേടിക്കുന്ന മേടിക്കും. അല്ല, ഇത് ആരൊക്കെയാണ്? കണ്ണ് കാണാൻ പാടില്ലേ? അതല്ല, എന്താ ഇവിടെ? എന്താണ് ഇവിടെ ഈ മാളില് വള്ളംകളി നടക്കുന്ന പറഞ്ഞ. അപ്പൊ വള്ളംകളി കാണാൻ വേണ്ടി ഒന്നാണ്. വള്ളംകളിയാ?
അയ്യോ, മേരിനെ ഇന്നലെ കൂടി ഞാൻ സ്വപ്നം കണ്ടേ. താനെന്തിനാണ് എന്നെ സ്വപ്നം കാണുന്നത്? അല്ല, ഈ ആന്റപ്പനെ ഞാൻ സ്വപ്നം കണ്ട. ആന്റപ്പൻ മേരി അടുത്തേക്ക് വന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു. വന്നാ? അല്ല, വരുന്നതായിട്ട്. ആണോ? ഞാൻ ചോദിച്ചോട്ടെ, ഈ ആന്റപ്പൻ മേരിയുടെ അടുത്തേക്ക് വന്നാൽ ഇനി വന്നു കഴിഞ്ഞാൽ മേരി സ്വീകരിക്കും ആന്റപ്പനെ? എന്റെ ഈ രണ്ട് കൈ നീട്ട് ഞാൻ എന്റെ ആന്റോച്ചനെ സ്വീകരിക്കും. അത് കേട്ടാവുന്ന എനിക്ക്. എന്താ അവ പറഞ്ഞു കേട്ടാ, ആന്റപ്പൻ വന്നാ സ്വീകരിക്കുമെന്നാ പറയണത്. പിന്നെ അവള് സ്വീകരിക്കുള്ളൂ. വർഷങ്ങൾക്ക് മുമ്പ് നാട് വിട്ട് പോയവൻ അവൻ തിരിച്ചു വരുമ്പോ ഭാര്യയായിട്ട് അവള് സ്വീകരിക്കും. ദേ ഞാനും രണ്ട് കൈന്നിട്ട് സ്വീകരിക്കും. അത് കേട്ടാ എന്നിട്ട് കരിയിലിട്ടാണ് അങ്ങനെ കത്തിക്കും. അതങ്ങനെയാണ്. ഒരു ഇതൊക്കെ ആകുമ്പോ ഇവിടെ ഒരു എന്റർടൈൻ. അത്രയല്ല, അത്രയും സംഭവം. അതല്ല, നീ ഇവളെ ഇങ്ങനെ ഒറ്റാൻ തടിയായിട്ട് നിർത്താനാണ് നിന്റെ പരിപാടി? അങ്ങനെയല്ല പരിപാടി. എന്റെ മനസ്സിൽ വ്യക്തമായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാൻ? ഇപ്പൊ ഇവള് സമ്മതിച്ചാലും ഇല്ലെങ്കിലും ശരി, ഈ വരുന്ന ജനുവരി 10 ഇവളുടെ കല്യാണം ഞാൻ ഉറപ്പിക്കും. പറ്റത്തില്ല. എന്താ അങ്ങനെയല്ല, ഈ പുള്ളിക്ക് ഈ ടെൻഷനുള്ള കാര്യം കേട്ടാ പുള്ളി അപ്പം മറിഞ്ഞു വീഴും. അല്ല, പുള്ളിക്ക് ടെൻഷൻ അടിക്കാട്ട് ഞാനൊന്നും പറഞ്ഞില്ല. അല്ല, അങ്ങനെയല്ല, പുള്ളിക്ക് അങ്ങനെ ടെൻഷനുള്ള കാര്യങ്ങൾ കേട്ടാ എന്താണെന്നറിയാവോ? അതായത് ഈ കല്യാണം കഴിച്ച പെണ്ണാണല്ലോ, അവള് വേറെ കെട്ടിക്കിടന്ന് കേട്ടപ്പോ ഒരു തലയുറ്റല് പോലെ. അതിന് എന്റെ കല്യാണം അല്ല, ഇയാളുടെ കല്യാണം അല്ലല്ലോ. മേരി എന്റെ പേര് അല്ല, മേരി ക്രിസ്മസ്, മേരി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞിട്ട് കുറെ ദിവസമല്ലേ, താൻ എന്റെ കൈ കയറി പിടിക്കണേ അല്ല, എന്തിനാ? ക്രിസ്മസിന് നിങ്ങളിവിടെ കണ്ടില്ലല്ലോ, അപ്പൊ മേരി ക്രിസ്മസ്. ഞാൻ ഇവൾക്കൊണ്ടൊരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. പാലക്കാരനാ. ഈ പാലക്കാരനൊക്കെ ഇവിടെ കെട്ടിച്ചു കൊടുക്കേണ്ട കാര്യമുണ്ടോ? പാലക്കാരനല്ല, പാലായ കോടീശ്വരനാണ്. കോടിക്കണക്കിന് ആസ്തിന്റെ പുള്ളിക്ക്. അപ്പൊ അയാൾ ഇവിടെ ഈ മാളി വരും. മാളി വന്നിട്ട് അയാൾക്ക് ഇവളെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ ഈ കെട്ട് നടത്തും. നടക്കേലെന്നാ ഇതിട്ടിട്ട് നടക്കാൻ പറ്റണില്ല. ഇതിട്ട് നടക്കണ്ട, എവിടെയെങ്കിലും പോയി ഇരിക്കണോ? ഇത് നടക്കാൻ ഇതാണ് ഇയാള്. അത് അവിടെ അങ്ങനെ നടന്നോളൂ. അവിടെ ചാച്ചൻ അറിയാലോ എന്റെ കഴുത്തെ കിടക്കുന്ന താലി ആരുടെയാണെന്ന്. നീ അത് പറയല്ലേ. എടി, വർഷങ്ങൾക്ക് മുമ്പ് നാടുവിട്ട് പോയതാണ് അവൻ. നീ കെട്ടണം. നീ കെട്ട് കഴിഞ്ഞാൽ എനിക്കൊന്ന് കെട്ടാൻ പറ്റുള്ളൂ. എന്റെ മനസ്സിൽ ആന്റോച്ചൻ മാത്രമേ ഉള്ളൂ. ഞാൻ ആന്റോച്ചനെ മാത്രമേ കെട്ടുള്ളൂ. നീ കെട്ടും, പിന്നെ ഞാൻ കെട്ടും. നിന്നെ ഞാൻ തട്ടും. ഞാൻ ഇവിടെ തട്ടി വീടും. അയാളോട് പറഞ്ഞു നിങ്ങൾ അവിടെ പറഞ്ഞു. ആന്റപ്പനെ കുറിച്ച് എന്നോട് നീ ഒന്നും പറയരുത്. നിനക്ക് എന്താ മേടിക്കണം ചെന്നൊന്നും മേടിക്കും. മാറണം. നീ എന്നെ തട്ടോടാ. നീ ഇല്ല. ചാച്ച എനിക്ക് അയാളെ ഒന്ന് പറഞ്ഞിട. ഞാൻ നീ ഇവിടെ നിക്കണ്ട, പോയിക്കോ. എന്താണ്? അവൻ പറഞ്ഞേട്ടാ, അവനെ പാലക്കാരെ കെട്ടിച്ചു കൊടുക്കുന്നു. എനിക്ക് എന്റെ മേരിയായിട്ട് ജീവിക്കണം. നീ എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന്. അവൻ എന്റെ കൈക്ക് ഞാൻ എന്നെ വലിക്കണം എന്തിനാ നീ? അതല്ല ഞാൻ പറഞ്ഞ അമ്മച്ചിയേ, ഓയ്, ഞാനാ കുര്യച്ചൻ. എത്തി കോട്ടയത്തെത്തി. കോട്ടയം കത്തിയാ? കോട്ടയം കത്തിയെന്നല്ല, കൂടപ്പുറമേ ഞാൻ പറഞ്ഞോട്ടെ. കോട്ടയത്തെത്തി. ഞാനേ ടക്കർ എടുത്തപ്പോ ടക്കർ ഷാർട്ടാവുന്നില്ല. ഞാൻ പിന്നെ ഒരു 9:30 പ്രകാശന് കയറിങ്ങി പോന്നു. ഞാൻ തിരിച്ചങ്ങ് വരും. കാരണം തുരിശടിക്കണ്ടേ, പിള്ളേരെ ഒറ്റ കേൾപ്പിച്ചാൽ ശരിയാവുകയല്ല. പിന്നെ അമ്മച്ചിക്കുള്ള ആ ചൂടുവെള്ളം തിളപ്പിച്ച് കട്ടിന്റെ അടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, എന്നാ ശരി അമ്മച്ചിയെ, ഞാൻ വിളിക്കാം. ആരാ? അമ്മച്ചി വീട്ടിൽ നിന്നാ. അതല്ല, താനാരാ? ഞാനോ? കുര്യച്ചൻ, പാലാ കുര്യച്ചൻ എന്ന് വെച്ചാൽ എല്ലാരും അറിയുന്നേ. അയ്യോ, ഇത്ര ഒച്ചാണെങ്കിൽ എല്ലാരും അറിയും. എല്ലാവർക്കും അറിയാമല്ലോ. എന്നാ ഇവിടെ അല്ല, ഞാൻ വന്നതേ നമ്മുടെ ഞക്കനായിലെ ജോസച്ചായന്റെയോ. എടാ, ഇത് ആരെ ഞക്കനാ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ ഇടവകയിലുള്ളതാന്നേ. ഞക്കനായിലെ ജോസച്ചായൻ പറഞ്ഞേച്ച് വരുവാ. എന്തിനാ? ഇവിടെ ഈ കോട്ടയത്തൊരു പെങ്കൊച്ചുണ്ട്, വന്നൊന്ന് കാണി. ഇഷ്ടപ്പെട്ട കല്യാണം കഴിച്ചാൽ കൊണ്ടുപോകാന്നോർത്ത് വന്നാ. അപ്പൊ ഈ കല്യാണം കഴിച്ചാൽ അമ്മച്ചി ഞാനും മാത്രമേ ഉള്ളേ വീട്ടിലെ. നീ ഇത്രയും മൂത്ത് തരച്ചില്ല. നീ ഇതുവരെ പെണ്ണ് കിട്ടില്ല. മൂക്കി പല്ലു വന്നല്ലോ. ആ മൂക്കി പല്ല് വന്നാൽ ഞാനൊരു കൊച്ചു ബ്രഷ് മേടിച്ച് അങ്ങ് തേച്ചോളാം കേട്ടോ. ഞാൻ നേരത്തെ കല്യാണം കഴിച്ച ആവേ. എന്നിട്ട് അത് ചെറിയൊരു വിഷയമായിട്ട് പണങ്ങി പൊക്കളഞ്ഞേ. എന്നാ പറ്റി? ഞങ്ങൾ ഈ ഒരുപാട് റബ്ബർ ഒക്കെ ഉള്ള കൂട്ടാണേ. അപ്പൊ ഞാൻ ഒറ്റയ്ക്കായി ഈ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അമ്മച്ചി മാത്രമേ ഉള്ളേ. അപ്പൊ ഈ പിള്ളേരെ ഒറ്റയ്ക്ക് തുരിച്ചടിക്കാൻ വിട്ടാ ശരിയാകാര. ഞാൻ ആ വൈകിട്ടൊന്നും പോണേ. അപ്പൊ അങ്ങനെ കല്യാണം കഴിഞ്ഞ് നേരെ പ്രാർത്ഥനയെ കഴിഞ്ഞ് മണിയറയിലോട്ട് കയറി. കയറിയപ്പോ അല്ല മിടിക്കെ കൊച്ചാച്ചവളം ഇരിക്കുക കല്യാണം കഴിഞ്ഞ്. നിർത്തി പറയുന്നാലേ ഭാവം വരും. അത് ശരി, ഓസിന് ടിക്കറ്റ് എടുക്കാൻ സിനിമ കാണാനുള്ള പരിപാടിയാന്ന്. അങ്ങനെ ഞാൻ നേരെ മണിയറയിലോട്ട് കയറി. എന്നിട്ട് കൊച്ചിന്റെ അടുത്ത് പതുക്കെ അങ്ങ് ഇരുന്ന് തോളയിലോട്ട് കൈ അങ്ങ് വെച്ചു. എന്നിട്ട് ചെവിയുടെ അടുത്തോട്ട് ഇങ്ങനെ ചെന്നു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇച്ചര മൂത്രം ഒഴിച്ചാൽ ഒരു 7:30 ഞാൻ തുരിശടിക്കാൻ അങ്ങ് പോകും. ഞാനൊരു ശല്യത്തിന് വരികയില്ല. വെളുപ്പിനെ 5:30 തിരിച്ചു വരൂ. എന്നിട്ട് മനുഷ്യല്ലേ ക്ഷീണം കാണുകയല്ലേ, കിടന്നൊന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കൃത്യമായിട്ട് 1 വർഷത്തോളം അങ്ങ് തുറന്നപ്പോഴേ 1 വർഷം കഴിഞ്ഞപ്പോ കൊച്ചിനങ്ങ് പരാതി. പിള്ളേരുണ്ടാകുന്നില്ല, കുഞ്ഞിക്കാര് കാണാൻ പറ്റുകയില്ല. അല്ലേ ഞാനാണ്ട് ചെയ്തിട്ടാണ്. ഞാൻ പറഞ്ഞു, കൊച്ചേ നിനക്ക് ഏതാണ്ട് അസുഖമുണ്ട്, നീ വല്ല ഡോക്ടറെ കൊണ്ട് കാണീര, അല്ല വല്ല ധ്യാനം കൂടാൻ പോകാൻ പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് അവ കിട്ടപ്പെട്ടില്ല. അവൾ അന്ന് പണങ്ങി പോയാന്നേ. പോയി പിന്നെ വിഷയമായി. അത് കഴിഞ്ഞ് ഞക്കണായിലെ ജോസച്ചാൻ പറഞ്ഞ ഞങ്ങളെ ഇടവകയിലുള്ള ആറാവേ അങ്ങാ പറഞ്ഞേച്ചാൽ ഞങ്ങൾ വേറൊരു കല്യാണം ഞാൻ കഴിച്ചു.
അത് ഇതുപോലെ ഞാൻ ശല്യത്തിനില്ലല്ലോടാ നീ തുരിശടിക്കാൻ പോ. 7:30 തുരിശടിക്കാൻ പോകും, വെളുപ്പിന് 5:30 വരും, കിടന്നുറങ്ങും, പിന്നെ പോകും. അവക്കും കുഞ്ഞക്കാര് കാണാൻ പറ്റിയാൽ എന്നിട്ട് വിഷയമായിട്ട് പൊക്കളഞ്ഞു മതി. നീ തുരിശടിച്ച് നടന്നാ പോരാ. എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? അല്ലെ കൊച്ചിനെ കാണുകയാണെങ്കിൽ ഞാൻ കുറച്ചു നേരമായി വന്നിട്ടേ. അപ്പൊ ഈ പിള്ളേരുമായിട്ട് ചെറിയൊരു എക്കച്ചക്കലൊക്കെ ആയിട്ട് നിൽക്കുക, ചെറിയൊരു സംഭാഷണമൊക്കെ ആയിട്ട് നിൽക്കായിരുന്നു. അല്ല ആരാ മനസ്സിലായില്ല? ഞാൻ ചാക്കോച്ചി. ഓക്കാച്ചി ഓക്കാച്ചിയല്ല, ചാക്കോച്ചി. ആ മേരിക്കൊച്ചിന്റെ ആങ്ങളെയല്ലയോ? അതെ, അപ്പൊ കൊച്ചിനെ വിളിക്കട്ടെ? ആ കൊച്ചിനെയൊക്കെ പിള്ളേ വിളിക്കാതെ ആദ്യം മറ്റേ മേരിയെ ഇങ്ങോട്ട് വിളിക്കുന്നത്. അല്ല, മേരി കൊച്ചിനെ വിളിക്കണം. ആണോ? മേരിക്കൊച്ചിനെ വിളി. പിള്ളേരുടെ കേസൊക്കെ പിന്നെ കേട്ടോ. വിളിക്കട്ടെ? കണ്ടാ അതൊക്കെ വിഷയമില്ല. മേരിക്കൊച്ചെ വിളിക്കണേ. ഇതാണ് എന്റെ പെങ്ങള് മേരി കൊച്ചി. ആണോ? ഒച്ച ഇങ്ങോട്ടൊന്ന് മാറി നിന്നേ, ആണെന്ന് കാണട്ടെ ഞാൻ. കൊള്ളാ, അല്ല അമക്കാൻ റബ്ബറിങ്ങാ പോലെ ഇരിക്കുന്നു. എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറയാം. ഞാൻ വൈകിട്ടാണ് കൊണ്ടുപോകും ഞാൻ. അതൊക്കെ ഓക്കെ. അവൾക്ക് ഇഷ്ടം നോക്കണ്ടേ? അല്ല ഇഷ്ടപ്പെടാനുള്ള പ്രശ്നമില്ലല്ലോ. ചോദിക്കുന്നേ ഞാൻ ചോദിക്കണമെന്നേ. അണ്ണ മോരൊക്കെ ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ പയ്യനെ. മോൾക്ക് ഇഷ്ടായ? എനിക്കിഷ്ടായില്ല, എനിക്കിഷ്ടായില്ലാന്ന്. മോള് കരയല്ലേ കരയല്ലേ? അവൻ കരഞ്ഞിട്ട് പോട്ടെ. നീ അപ്പൊ ഇവനെ കെട്ടില്ലേ? കെട്ടൂല. ഉറപ്പാണോ? സത്യം. കെട്ടില്ല? ഇല്ല. നീ കെട്ടണ്ട, നീ കെട്ടണ്ട. ഒരു കെട്ടാച്ചർക്കാട് ഞാൻ നിന്നോളാം. വീടിന് ഉമ്മറത്തുള്ള പൊട്ടക്കണ്ടി ചാടി ഞാൻ ആത്മഹത്യ വിടും. ഇല്ലെങ്കിൽ നീ തള്ളിയിട്ട് കൊല്ലൂടാ. തള്ളിയിട്ട് കൊല്ലു. ഞാൻ പറഞ്ഞ ഇങ്ങനെ പറഞ്ഞ പോലെ ഞാൻ പറയാന്ന്. നീ കരയണ്ട, ഞാൻ അവളോട് പറഞ്ഞ് മനസ്സിലാക്കാം. അവളോട് കെട്ടാൻ പറഞ്ഞു ഞാൻ ചാവും. എനിക്ക് ഇവിടെ വെച്ച് കല്യാണം കഴിക്കാൻ പറഞ്ഞില്ലല്ലോ. ഒന്ന് കണ്ടു ചിരിക്കാം. അത്ര മാത്രം ചെയ്താൽ മതി. അത്രമാത്രം ചെയ്തു. അത്ര മാത്രം ചെയ്താൽ മതി. എടാ, ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അവിടെ സമ്മതിച്ചിട്ടുണ്ട്, ഒരു കുഴപ്പമില്ല. അങ്ങനെയല്ലെന്ന്, ഞാൻ അതൊക്കെ റെഡിയാക്കി തരാം. റബ്ബറുക വന്നട. ഉമ്മച്ചോ, എന്താ കർത്താവേ, ഞാൻ കണ്ണീര് മൊത്തം കളഞ്ഞല്ലോ കരുതി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനാ പറയാണ്ടെങ്കിൽ ഓ എന്നാ ചോദിക്കാനാ? നിങ്ങളിങ്ങനെ നിൽക്കുമ്പോ ഞാൻ മാറിക്കോളാം. ആണ്ട കൊച്ച ഇങ്ങോട്ട് മാറിയില്ല, ഞാൻ ചോദിക്കട്ടെ. എന്നാ ചോദിക്കാനാണ്? പിന്നെ എന്നാ പേര്? മേരി. മേരിന്നോ? എന്റെ പേരെന്നാ ചോദിക്കാത്തെ? എനിക്കറിയണ്ട, ഏ എനിക്കറിയണ്ട. ആ എന്നാ ഞാൻ പറഞ്ഞുതരാം. കുര്യച്ചൻ, പാലാ കുര്യച്ചൻ എന്ന് വെച്ചാൽ ലോകം മൊത്തം അറിയും കേട്ടോ. എല്ലാരും അറിയുന്ന പാലാ. ഞങ്ങള് ഭയങ്കര കുടുംബക്കാരാ, കുരിശങ്ക കുടുംബം, ഭയങ്കര കുടുംബക്കാരാ. പിന്നെ നമ്മളിത്ര അടുപ്പായ സ്ഥിതിക്ക് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? ആ ചോദിച്ചു. കാരണം കല്യാണം കഴിഞ്ഞ് പിന്നെ ചോദിക്കാനൊക്കെ അല്ല. അതാ ഞാൻ ഈ തുരിശടിയും പരിപാടിയൊക്കെ ഉള്ളതുകൊണ്ടേ ചോദിക്കട്ടെ? ആ ചോദിക്ക്. എനിക്കൊരു ഉമ്മാരാവോ? എന്തിനാ അടിക്കാൻ? ജിങ്കിൾ പാം ജിങ്കിൾ പാം ജിങ്കിൾ പാം ജിങ്കിൾ പാം ജിങ്കിൾ പാം ജിങ്കിൾ അല്ലേ? പാം. അല്ല ഇവിടെ കാടി കൊടുത്തിട്ട് ഇങ്ങനെ വന്നു. ആ ഇവിടെ ഇങ്ങനെ. ആണ്ടാ ഞങ്ങളുടെ വേറൊരു വകുപ്പുണ്ട്. എന്നതാ? ഇങ്ങനെ വന്ന വരണം തരട്ടെ. ആ കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി, അങ്ങനത്തുള്ള കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി. ആ കുണ്ടറ ജോണി കുണ്ടറ ജോണി കുണ്ടറ ജോണി. പോടാ, കൊണ്ടേ പോവുള്ളാ നീ. കുണ്ടറ ജോണി അറിയാൻ പാടില്ല. ഇല്ല. ഞങ്ങളെ ഒരു ചെറിയ ചേട്ടക്കാരനാ. ആണോ? നീ ഇങ്ങ് വന്നേ, ഇങ്ങോട്ട് വന്നടാ കുണ്ടറ ജോണി. അതെ, ഈ പെണ്ണിനെ ഇഷ്ടായ? ആ എനിക്ക് ഇഷ്ടമായിരുന്നു, കുഴപ്പമില്ല. എന്നാ ഞാൻ ഒരു സത്യം പറയട്ടെ. ഈ പെണ്ണിനെ ആന്റപ്പൻ എന്ന് പറഞ്ഞു കൊടുത്ത് കല്യാണം കഴിച്ചതാണ്. ആണോ? അവൻ ഇട്ടിട്ട് പോയി. ഓഹോ. ഈ പെണ്ണ് അത്ര ശരിയല്ല, നല്ല പേരില്ല ഈ നാട്ടിൽ. വിഷയമാണോ? വിഷയമാ. സത്യമാണോ? അതുകൊണ്ട് കുണ്ടറ ജോണി വിട്ടോ. ആണോ? കേട്ടാ? നീ ഇത് ആരുടെ കാര്യം പറയുന്നതെന്ന് അറിയാം എന്റെ അടുത്ത്. ഈ മേരി കൊച്ചിന്റെ കാര്യമായി പറയുന്നത്. എടാ ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിന്റെ കാര്യമാണ് നീ പറയുന്നത്. അതേന്ന്. പറയൂടാ നീ. ഇതെന്താ? നമ്മളെ മേരിക്കൊച്ചിനെ കുറിച്ച് പറയുവാന്നേ. എന്താ? അവളെ ഇച്ചേച്ചിയാന്ന്. അവളെ കൊള്ളത്തില്ലെന്നാ അവൻ പറയുന്നത്. നീ എന്തിനാണ് ഈ തല്ല് മേടിക്കണം? മോഹം മുടി അങ്ങോട്ട് ഓടിക്കല. നീ ഒന്ന് ഊരി മാറ്റി മാറ്റട്ടെ. നീ ഊരി മാറ്റിക്ക. അയ്യോ എന്റെ ആന്റോച്ചൻ. മേരിപ്പെണ്ണേ. ആന്റോച്ചനായിരുന്നു ഈ വേഷം കെടുന്നത്. അയ്യോ, ഹാപ്പി ക്രിസ്മസ്. അല്ല അതെ ഇതാരാന്നേ? അതെ, അറിയാൻ പാടില്ലേ? ഇതാണ് മേരിയുടെ ഭർത്താവ് നാടുവിട്ട് പോയത്. എന്റെ ആന്റോച്ചൻ. എനിക്ക് വന്നപ്പോ കെട്ടിച്ചു കൊടുക്കാൻ പോകുന്നു. പിന്നെ കെട്ടിച്ചോർക്കണ്ടേ? അതെ കർത്താവേ, അത് കൊള്ളാലോ. അപ്പൊ ഒരു കല്യാണം കഴിഞ്ഞ കൊച്ചിനാണോ നിങ്ങൾ എന്താ കെട്ടിവെക്കാൻ പോയത്? താൻ രണ്ട് കെട്ടിയതല്ലേ? പക്ഷെ കെട്ടിയാലും ഞാൻ ഫ്രഷാന്നേ. ഒന്ന് പോയ കുര്യച്ചന് ഞാൻ വേറൊരു നല്ല പെണ്ണിനെ സെറ്റ് ചെയ്ത് തരും. ആണോ? പിന്നെ സമാധാനിക്ക്. റബ്ബറും കായാണ് എടുക്കാം.
ചാക്കോച്ചി അതെന്നെ. ഞങ്ങൾ ഇനി ഒരുമിച്ച് ജീവിക്കും. ഞാൻ എങ്ങോട്ടും പോവുകയില്ല. പിന്നെ നിനക്ക് നല്ലൊരു പെണ്ണിനെ കണ്ടെത്തി നിന്റെ ചേച്ചി കല്യാണം കഴിച്ചു പോരെ? കോള് വരുന്ന അമ്മച്ചിയാന്നേ. ഓ വിളി. ഹലോ അമ്മച്ചിയായി, ഒരു പോക്കിന് കൃത്യസമയത്ത് വിളിച്ചോണം കേട്ടോ. അത് പോയി, അത് ആമ്പിള്ളാര് കൊണ്ടുപോയി. ആ വലിച്ച് റബ്ബറെന്താ മറ്റേ അതുപോലെ വലിച്ച് അത് തന്നെ. പിന്നെ ഞാനാ വൈകിട്ടങ്ങ് വരും, തുരിശടിക്കാൻ പോണ്ട 7 മണിക്ക്. ആ ഓക്കെ. എല്ലാവർക്കും സന്തോഷമായില്ലേ? അതെ സന്തോഷമായി. ആയി. ഫോട്ടോ എടുക്കാൻ വേണം. ഫോട്ടോ എടുക്കാൻ ഒരു ഫോട്ടോ എടുത്തു. ഒന്ന് സെൽഫി ആണോ? താനും കൂടി നിന്നു. എന്റെ ഭാര്യയുടെ പെണ്ണ് കാണാൻ വന്നാൽ കേക്ക് പറഞ്ഞിട്ടുണ്ട്. കേക്ക് കിട്ടിയാ? കേക്ക് കിട്ടിയാ? അതെ പോകണ്ട, ഞങ്ങളുടെ കേക്ക് കഴിച്ചിട്ട് പോവാം. അല്ല ഇനിയിപ്പോ അതല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. നിനക്ക് സർപ്രൈസ് തരാൻ ഞാൻ കേക്ക് മേടിച്ചിട്ട് വീട്ടിൽ വരാനുള്ളതാണ്. നമുക്ക് മതി ഇവിടുന്ന്. വന്നേ വാ, വാ. അല്ല, നമുക്ക് ഇത്തിരി ഡിസ്റ്റൻസ് മുറുക്കി. പിടിച്ചേ. അടിപൊളി കേക്കാണ്. ഒന്ന് കൈ ഇടിച്ചേ. അടിപൊളി. ആ. ആ. ഏ? ഓക്കേ. മതി കൈ ഇടിച്ച മതി. അപ്പൊ എന്തായാലും 8 വർഷത്തിന് ശേഷമാണ് ഞാൻ എന്റെ മേരിപ്പെണ്ണിന് കൈകൊണ്ട് എന്തെങ്കിലും കൊടുക്കണത്. കഴിച്ചേ. അണ്ട അതെ അണ്ട എനിക്ക് കേക്കാൻ കൂടെ തരുമോ? അതും ഇല്ല. എല്ലാവർക്കും കൂടെ അവിടെ കൊടു. സന്തോഷത്തിന് എടാ മാല നിൽക്കണ എല്ലാവർക്കും കൊടുറാ. എന്റെ മേരിപ്പെണ്ണി ഞാൻ ഇനി വീട്ടിൽ ജീവിക്കാൻ പോയി. ആ ഷോപ്പിൽ കൊടു. അല്ല, എനിക്കൊന്നില്ലെന്നേ. അവിടെ കൊടു. ഞാൻ പാലായി എന്നുള്ള ജോലി നടത്തി. ഞാൻ കൊടു. ഹലോ ഹലോ എല്ലാവർക്കും കൊടുക്ക്. ഓ ഇല്ലേ? ആരും കഴിച്ചേ? മേരിപ്പെണ്ണേ, കൊണ്ട് കൊണ്ടുവന്ന് ഇന്ന് ഓടിച്ചിട്ട് 2 കിലോ ഇറച്ചി മേടിച്ച് കരളൊക്കെ കൂട്ടി കരൾ ഞാൻ വരുമ്പോ തരും. അടിപൊളിയായിട്ട് കഴിക്കണം. കൊടുത്തു, എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും കൊടുത്ത ഇത്രയും കേക്ക് മൊത്തം കൊടുത്ത നിനക്ക് കിട്ടിയ കേക്ക് 2 പീസ് കഴിച്ചു ഞാൻ. നല്ലായിരുന്നോ? നല്ലായിരുന്നു. നിനക്ക് കിട്ടിയ? എനിക്ക് ഇച്ചിരി കിട്ടി. താൻ കഴിച്ചാടോ? പിന്നെ എനിക്ക് കല്യാണം അല്ലെന്ന് കഴിക്കാൻ പറ്റാത്ത കേക്കാ കഴിക്കാൻ. നീ കഴിച്ചാ? 4 പീസാ കഴിച്ചേ. അവിടെ എല്ലാവർക്കും കിട്ടിയാ? കേക്ക് കിട്ടിയായിരുന്നോ? കിട്ടി. കൊള്ളായിരുന്നോ? അതെ. പണ്ട് കരള് കിട്ടാഞ്ഞിട്ടാണ് ഞാൻ പോയത്. 650 രൂപ കൊടുത്തൊരു കേക്ക് മേടിച്ച് ഒരു കഷ്ണം നീ എനിക്ക് തരായിരുന്നില്ലാടി. ഇനി ഞാൻ മേരിപ്പെട്ട് നിന്റെ കൂടെ ജീവിക്കാതെ ഞാൻ പോകുക.